റോഷിപാലിലേക്ക് കൂടി. റോഷി, കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ടത് കുപ്രസിദ്ധമായ രീതിയിൽ തന്നെ നിരവധി ആരോപണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നിരവധി വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. പ്രതികൾക്ക് ടെലിഫോൺ സൗകര്യം, അവിടെ കഞ്ചാവ്, എന്തൊക്കെ വിവരങ്ങൾ ഇതിനകം പുറത്തു വന്നാണ്. ഇപ്പോൾ നോക്കൂ, ഗോവിന്ദചാമി അവിടെ നിന്ന് ചാടിയിരിക്കുന്നു. റോഷിപാൽ, ഇത് ഗുരുതരമായ വീഴ്ചയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എങ്ങനെ ഒരു കൊടും ക്രിമിനൽ തടവ് ചാടി? സ്മൃതി, ആ ഒരു ചോദ്യത്തിനാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. അതും സംസ്ഥാന ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കാനിരിക്കെ അതിന് മണിക്കൂറുകൾക്ക് മുമ്പെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ കൊടുങ്കുറ്റവാളിയായ ഗോവിന്ദചാമി ജയിൽ ചാടുന്നത്. അംഗവൈകല്യമുള്ള, അംഗപരിമിതിയുള്ള ഗോവിന്ദചാമിക്ക് എങ്ങനെ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടിക്കടക്കാൻ സാധിച്ചു എന്ന ചോദ്യത്തിനാണ് ഉത്തരം ലഭിക്കേണ്ടത്. ജയിൽ ചാടി എന്ന വിവരം പോലീസിന് ലഭ്യമാക്കുന്നത് വൈകിപ്പിച്ചത് എന്തിന് എന്ന ചോദ്യത്തിനും ജയിൽ വിഭാഗം ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഉടൻ തന്നെ ജയിൽ മേധാവി നോർത്ത് ജയിൽ DIGയോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറി. അവിടെയാണ് 4 ജയിൽ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിന് ജയിൽ വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. അത്രയും വലിയ വീഴ്ചയാണ്, അത്രയും വലിയ തെറ്റാണ് ജയിൽ വിഭാഗത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം അല്പം വൈകിപ്പോയിരുന്നെങ്കിൽ ഈ ഗോവിന്ദചാമി ഒരുപക്ഷെ സംസ്ഥാനം കടക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അത്രയും അപകടകാരിയായ ഒരു കുറ്റവാളിയെ ജയിലിൽ കൃത്യമായി അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ പോലും ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റി. മാത്രവുമല്ല, ജയിൽ മേധാവി വരുന്നതിൻ്റെ തലേന്ന് സാധാരണ കൂടുതൽ സുരക്ഷയുണ്ടാകും, കൂടുതൽ ഒരുക്കങ്ങൾ ഉണ്ടാകും, കൂടുതൽ നിരീക്ഷണങ്ങൾ ഉണ്ടാകും. അത്ര പോലും നിരീക്ഷണങ്ങളില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ജയിൽ മേധാവി സന്ദർശിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്കും. അതായത് ജയിൽ മേധാവി കണ്ണൂർ നഗരത്തിലുണ്ട്. അയാൾ രാവിലെ ജയിൽ മേധാവി സന്ദർശിക്കും സെൻട്രൽ ജയിലിലേക്ക്. ആ വിവരം കൃത്യമായി അറിയാം. എന്നിട്ട് പോലും ഒരു നിരീക്ഷണവുമില്ല. അവിടെയൊന്നും അംഗപരിമിതിയുള്ള ഈ ഗോവിന്ദചാമിയുമായി ബന്ധപ്പെട്ട് ഇയാൾ ജയിലിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എങ്ങനെയായിരുന്നു എന്നതിന്റെ ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇയാൾക്ക് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇയാൾ അസ്വാഭാവികമായി പെരുമാറുകയായിരുന്നെന്ന് ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. ജയിൽ മതിൽ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ്. മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ മേൽ മലം വാരി എറിയുകയും ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ശ്രമം നേരത്തെ നടത്തിയ ആളെ എത്ര കർശനമായി നിയന്ത്രിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ജിമ്മി, ഇപ്പോൾ പുതിയ ഒരുപാട് വിവരങ്ങൾ ഇയാളുടെ ആസൂത്രണം സംബന്ധിച്ചും ഇയാൾ നേരത്തെ ചാടാൻ ശ്രമിച്ചതിനെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. സ്മൃതി, അത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാനസിക നില തെറ്റിയതുപോലെ പെരുമാറുന്നു, അതൊരു അഭിനയമാണെന്ന് ഇപ്പോൾ മനസ്സിലാകുകയാണ്. ചുവർ തുറക്കാൻ ശ്രമിച്ചു, അതും ഇയാളുടെ മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി. പക്ഷേ ഈ വിവരങ്ങൾ ജയിൽ അധികൃതർ അറിഞ്ഞിരുന്നു, വാർഡന്മാർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടതായ വിവരം. പക്ഷേ എന്നിട്ടും ഗോവിന്ദചാമിയെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജയിലിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഏതാണ്ടൊരു വിവരം വരികയാണ്. 1:15 കൂടിയാണ് ഗോവിന്ദചാമി സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ചുവരിനോട് ചേർന്ന് കിടന്നുറങ്ങിയിരുന്നു. ഇതിനിടയ്ക്ക് പ്രതിയെ ഇപ്പോൾ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഒരു കുപ്പായം അയാൾക്ക് ഇടാൻ കൊടുത്തിട്ടുണ്ട്. അർജുൻ കല്യാട്, ഇപ്പോൾ വിവരങ്ങൾ. ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 300-400 മീറ്റർ ദൂരം മാത്രമേ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കുള്ളൂ. ഇപ്പോഴെന്തായാലും ഈ പ്രതിയെ വാഹനത്തിനകത്തേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇനി നേരെ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കേസ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി വൈദ്യപരിശോധന പിന്നീട് നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പിന്നീട് കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടികൾ ഉൾപ്പെടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാട് ചെയ്തു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ പ്രതിയുമായി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പോലീസ് വാഹനമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ പോലീസ് വാഹനം ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുപോവുകയാണ്. അതിനോടൊപ്പം തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ, കൂടുതൽ പോലീസ് സംഘത്തിൻ്റെ ഒരു വാഹനവും അതിനോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അതീവ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഒരു പോലീസ് വാഹനം കൂടി അതിനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നതായി നമുക്ക്